ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികളെ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA-മാർ 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കില്ല. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ. ഇതുവരെ നടന്മാർക്കെതിരെ ആയിരുന്നു, എന്നാൽ പിന്നെ കുടുംബക്കാർക്കെതിരെ ആയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പുള്ളിക്കാരി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഈ പുള്ളിക്കാരിക്കെതിരെ ഇവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകള് ഒരു കംപ്ലൈൻറ്റുമായിട്ട് എത്തി. 16ാമത്തെ വയസ്സിൽ ചെന്നൈ കൊണ്ടുപോയി അവിടെ ഫിലിമിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി മോളെ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിനക്ക് നല്ല ഉയരങ്ങളിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി ചതിച്ചു എന്നാണ് ഇവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൾ വന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിക്ക് 26 വയസ്സുണ്ട്. 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുള്ളിക്കാരി വന്ന് ഈ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചേച്ചി മീഡിയയിലൊക്കെ ഇരുന്നു കൊണ്ട് നടന്മാർക്കെതിരെ അങ്ങ് കാച്ചായിരുന്നു. അവരെന്നെ അവിടെ വെച്ച് പിടിപ്പിച്ചു, എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് പീഡിപ്പിച്ചു, എന്നെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, എന്നെ പുറകിൽ കൂടെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എന്തൊക്കെ അലിഗേഷൻ ആയിരുന്നു പുള്ളിക്കാരി ഇറക്കിയത്. അപ്പോൾ ആ ഇറക്കിയതൊക്കെ കണ്ടപ്പോഴാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് തോന്നിയത് ഇവരെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, എനിക്കെതിരെ ചെയ്ത കാര്യങ്ങളോട് ഞാനത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പരാതിയുമായി എത്തി. ഈ പെൺകുട്ടി പറയുന്നത് 16ാമത്തെ വയസ്സിൽ നടന്നൊരു കാര്യമാണ്. സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു കേസിനുള്ള വകുപ്പാണ് ഈ ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി മീഡിയയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി വന്നൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു. ചേച്ചി പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഇപ്പോൾ എന്നെക്കുറിച്ച് പരക്കുന്നതൊക്കെ കെട്ടിച്ചമച്ചതാണ്. ഇപ്പോൾ ഞാൻ ലക്ഷ്യം വെക്കുന്നത് ബാലേന്ദ്ര മേനോനെയും അതോടൊപ്പം തന്നെ ഇടുക്കി ജാഫറിനെയും അങ്ങനെയുള്ള കുറേ പേരെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണെങ്കിലും അവർ പക്ക ഫ്രോഡാണ്. അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും, പോലീസ് അവരെ അന്വേഷിക്കണം, മൊഴിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി എത്തിയിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരി ഇതിനെ തുടർന്ന് ഫേസ്ബുക്കിലാണെങ്കിൽ ഇവരുടെ ഫാമിലിയെ മൊത്തത്തിന് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇവരെ നാറി അപ്പോൾ കുടുംബത്തോട് മൊത്തത്തിൽ അങ്ങ് നാറ്റിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഈ പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ ഒന്നും വെളിയിൽ വിടരുതെന്നാണ്. പക്ഷേ ഇവരെല്ലാം എടുത്തിട്ട് കാച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ സഹിതം, അവരുടെ അമ്മയുടെ ഫോട്ടോ സഹിതം എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന് വേറെ കേസ് വരുമോ ഇല്ലയോ എന്നൊക്കെ ചേച്ചി കാത്തിരുന്നതിനെ കാണാം. എന്തായാലും ചേച്ചി കുറിച്ചിരുന്നത് ഇങ്ങനെയാണ്: ഇവരാണ് അമ്മയുടെ അനുജത്തിയും, മോൾ പേരെഴുതിയിട്ടുണ്ട് അവരുടെ, മൂവാറ്റുപുഴയിലുള്ളവരാണ്. മീഡിയയിൽ കാണിക്കുന്ന കുട്ടിയെ മനസ്സിലായിട്ടില്ല. ഇവർ അമ്മയും മോളും ചെന്നൈയിൽ 3 ദിവസം വന്നിരുന്നു. ഇവർക്കുള്ള ടിക്കറ്റും ഞാനാണ് അയച്ചു കൊടുത്തത്. മകളെ പീഡിപ്പിക്കാൻ അമ്മ കൂട്ടുവരുമോ? ഇവർ വന്ന ടിക്കറ്റും പോയ ടിക്കറ്റും മെയിൽ പ്രൂഫുണ്ട്. എനിക്ക് ഷൂട്ട് ഉള്ളത് കൊണ്ട് ഇവരെ കറക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. മൂവാറ്റുപുഴയിൽ എന്തോ പ്രശ്നം കാരണം സ്റ്റേഷനിൽ പോവുകയോ കാമുകൻ്റെ കാമുകനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയണേ. ഒരു ചേഞ്ചിന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബിസിയാണ്, വരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടി തന്നെ ആണെങ്കിൽ നല്ലതായി ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ കുട്ടിയാണെങ്കിൽ നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. ഇവർ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നു. എൻ്റെ മകൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൂഫും ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രൂഫ് ചേച്ചി വെച്ചിട്ടുണ്ട്. ഓക്കെ, പണ്ടത്തെ കാലമല്ല വായിൽ വരുന്നത് പറയാൻ. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പണ്ടത്തെ കാലമല്ല വായിൽ തോന്നുന്നത് പറയാൻ. ഓക്കെ, ഈ കുട്ടിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട്. സോറി തുറന്ന് എഴുതിയതിൽ. ഇതുപോലെ കള്ളം കാശിനു വേണ്ടി തട്ടിവിടുമ്പോൾ എൻ്റെ കാര്യവും പൊതുജനത്തെ അറിയിക്കണം. ഇത് തന്നെയാണ് ചേച്ചിയും കാശിനു വേണ്ടിയില്ലേ ഇതൊക്കെ തട്ടിവിട്ടെ. അപ്പോഴല്ലേ ഇതെല്ലാം വിഷയം ഉണ്ടായത്. എന്നിട്ട് ചേച്ചി പറയുന്നുണ്ട് അവർക്കൊരു അവിഹിത ബന്ധത്തിലൊരു കൊച്ചൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ കുടുംബത്തെ മൊത്തം നാറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചേച്ചി പോസ്റ്റുകൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത്: ആരോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ. സത്യം വിജയിക്കും. എനിക്കും ഒരു മോളാണുള്ളത്.
നുണ പരിശോധനയ്ക്ക് പരാതിക്കാരിയെ വിധേയയാക്കണം, ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി തുള്ളിച്ചാടുന്നതും സ്മൈലിയൊക്കെ കൊടുത്തിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി വിട്ടിട്ടില്ല, അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ച് അങ്ങ് പോസ്റ്റിക്കുകളുവാ, പിന്നെ അങ്ങ് പോസ്റ്റാ. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിയാണെങ്കിൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവൾക്ക് ഇത് തന്നെയാണ് ജോലി, ഇപ്പോൾ ഒരു കൊച്ചും കയ്യിലുണ്ട്. അടുത്ത പറയുന്ന കാര്യം ഇതാണ്, നിർമ്മല സ്കൂൾ മൂവാറ്റുപുഴയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മദ്യക്കുപ്പിയുമായി പോയി തൊണ്ടി സഹിതം പിടിച്ചു. ആ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്തതാണ്. ആ സ്കൂളിൽ അന്വേഷിച്ചാലും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി പിന്നെയും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ കുടുംബക്കാരെ എടുത്തിട്ട് അലക്കുകയാണ്. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മോനും മോളും അവരെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി, നന്ദിയില്ലാത്ത ജന്മങ്ങൾ. ഇതിനിടയിൽ ഞാൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന സ്മൈലിയൊക്കെ പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ അമ്മയും മോളെയും ഞാൻ പരിചയപ്പെടുത്തിയില്ല, എന്താ സിനിമയെന്ന് നമുക്കല്ലേ അറിയൂ, അതിൻ്റെ രോഷം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി സ്മൈലിയൊക്കെ ഇട്ടുകൊണ്ട് അവർ ബീച്ചിൽ വെച്ച് കളിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തുമായാലും കുടുംബക്കാരെ ഇപ്പോൾ ഇട്ട് അലക്കുകയാണ്. ഈ പരാതിയുമായി വന്നിരിക്കുന്ന പെൺകുട്ടിയെയാണ് ഇപ്പോൾ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് ചേച്ചി, അടിപൊളിയാണ്. ചേച്ചിക്കെതിരെ എന്തെങ്കിലും പരാതിയുമായിട്ട് വരുമ്പോൾ ചേച്ചിക്ക് അങ്ങ് പൂത്തുലയുകയാണല്ലോ. എന്നാലും ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ചേച്ചി കാശിന് വേണ്ടി ഒന്നുമല്ല ചേച്ചി ചെയ്തത്. ചേച്ചി പറഞ്ഞത് എന്നെ പീഡിപ്പിച്ചിട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് 25,000 രൂപ അങ്ങേര് തന്നില്ല, 1,00,000 രൂപ തന്നില്ല. ഇതായിരുന്നു ചേച്ചിയുടെ ഒരു പ്രകടനം. അപ്പൊ ഈ ചേച്ചി ഇപ്പോൾ പറയുന്ന കാര്യമുണ്ടല്ലോ, ചേച്ചിയുടെ അനിയത്തിയുടെ ആ കുട്ടി പരാതിയുമായിട്ട് വന്നപ്പോഴത്തേനും ആ കുട്ടിയുടെ ഫോട്ടോ സഹിതം കുട്ടിയുടെ ജാതക സഹിതം എടുത്ത് അങ്ങോട്ട് കാച്ചുന്നുണ്ടല്ലോ. അപ്പൊ ചേച്ചി ഇത് എന്തുദ്ദേശത്തിലാണ്? എന്നിട്ട് ചേച്ചി പറയുന്നുണ്ട് അവർ ആരുടെ ഏതെങ്കിലും കാശ് മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പൊ ചേച്ചി പറയുന്ന പ്രകാരം ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി പറയുന്നത് മൊത്തം കള്ളത്തരവും ചേച്ചി പറഞ്ഞത് ശരിയുമാണ്. എന്തുവായാലും എന്താ പൊന്നു ചേച്ചി ആള് കൊള്ളാമല്ലോ. എത്രത്തോളം ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും എൻ്റെ പൊന്നു ചേച്ചി? ഒരിക്കലും പറ്റില്ല. സത്യം എന്തോ ആയാലും മറ നീക്കി പുറത്തു വരും എൻ്റെ പൊന്നു ചേച്ചി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും